ഹേ ഗൈസ്, രാവിലെ തന്നെ നമ്മളിത് റെഡി ആയിട്ട് എവിടേക്ക് പോവാണ്? ഒരാഴ്ചത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാങ് എല്ലാവരും കൂടെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒരു സ്ഥലത്തേക്ക് പോണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. സിനിമാറ്റിക് സ്റ്റൈലായിരുന്നു ട്രെയിനിൽ കയറിയത്. കാരണം ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയ സമയത്ത് കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു. കാശിക്കുട്ടൻ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിലും അവന് ബുദ്ധി വികസിച്ചിട്ട് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പാറുട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറുന്നത്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് അവർ കാഴ്ചകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പണ്ട് നമ്മൾ പോയിരുന്നപ്പോഴത്തേയും ഇപ്പോൾ പോകുമ്പോഴത്തേയും കാര്യങ്ങൾ. പിന്നെ ഉച്ചയ്ക്കത്തുള്ള പൊതിച്ചോറ് നമ്മുടെ ആദും ചിക്കും കൂടെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു. മുട്ടപ്പവും പച്ചപ്പയറും കൊലത്തും പിന്നെ നമ്മുടെ വക 2 പാക്കറ്റ് ചിക്കൻ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എടുക്കാനായിട്ടും രാത്രി എടുക്കാനായിട്ടും. ആദു പൊതിച്ചോറ് റെഡിയാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ റെഡിയാക്കിയത് ചിക്കനും ചപ്പാത്തിയാണ്. ചപ്പാത്തി രാത്രിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കവർ ചിക്കനും രാത്രിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിൽ ഭയങ്കര വൈബിലാണ്. എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ വയ്യായ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ മേലേലും താഴേക്കിട്ട് സമയം പോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിനിലെ ചായ അതൊരു 1.5 ചായയാണല്ലോ. ഞങ്ങൾ എന്തൊക്കെയോ കമൻ്റ് അടിച്ചിട്ട് ആ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞു ഞങ്ങൾ കാറിൽ പോകുന്ന ആ ഒരു വൈബ് ഞങ്ങൾക്ക് ട്രെയിനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാറിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അതും ഇതും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കഴിച്ചു. പിന്നെ പോകുന്ന ഒരു സീനറി ഈ ഡോറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് കാഴ്ചകളാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്, അങ്ങോട്ട് വീഴും എന്നുള്ളൊരു തോന്നലൊക്കെയാണ്. എന്നാലും ഞങ്ങൾ ഇരുന്ന് കാണും. അങ്ങനെ നമ്മൾ രാത്രി ഏറ്റവും വലിയൊരു കഷ്ടത്താണെന്നറിയാമോ, നമ്മുടെ ചിക്കൻ കറി നല്ല അസല രീതിയിൽ പുളിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാൻ ഞങ്ങൾ വളരെയധികം പാടുപെട്ടു കേട്ടോ. ട്രെയിനിൽ എന്തൊക്കെയോ ഞങ്ങൾ മേടിച്ചു. പിന്നെ നമ്മുടെ ചിക്കും മേട്ടനും നിഖിലൊക്കെ പുറത്ത് ഒരു സ്റ്റേഷനിലെത്തുമ്പോൾ അതും ഇതുമായിട്ട് വേറെ കുറേ സാധനങ്ങളും മേടിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂഞ്ചി പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ നേരം വൈകി അഴഞ്ഞ് നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ യാത്രയാണോ കാർ യാത്രയാണോ കൂടുതൽ ചില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഫ്കോഴ്സ് പറയും ഞങ്ങൾക്ക് കാർ യാത്രയാണ്. ഒതുങ്ങി ഞെരിങ്ങി അമർന്ന് കാറിൽ ഇന്ന് പോകുമ്പോൾ ഒരു സുഖം, ഞങ്ങളുടെ ഓരോരോ ചളികളും അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വരും കറങ്ങാൻ നിൽക്കുന്നൊക്കെ. അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് വരികയാണ് കേട്ടോ ഗൈസ്.